ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കുറേ ദിവസമായില്ലേ വീഡിയോസ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ പുതിയ വീഡിയോ പുതിയ പ്ലേസിനായ കൊണ്ട് കിച്ചൺ തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊന്നിച്ചിട്ട് എൻ്റെ പുതിയ പ്ലേസിൻ്റെ പുതിയ കിച്ചൺ എങ്ങനെ ഓർഗനൈസ് ആക്കിയെന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഇത് എൻ്റെ കിച്ചൺ. ഇത് മുമ്പ് ഓപ്പൺ കിച്ചൺ ആയിട്ടുണ്ടായി, ഇപ്പോൾ ഇത് ക്ലോസ് ആക്കിയിട്ടുള്ളത്. ഇത് കുറേ വലിയതുമല്ല, അതേപോലെ നല്ലോണം ചെറുതുമല്ല. ദുബായിലുണ്ടായ ആ കിച്ചൻ്റെ അത്ര വലുതല്ല. അപ്പോൾ പിന്നെ മുന്നേ ഞാൻ കിച്ചൺ ടൂർ ആക്കിയത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടൊന്നും കാണിക്കുന്നില്ല. അതേപോലെ ഞാൻ മുമ്പ് ചെറിയ കിച്ചൺ എങ്ങനെ ഓർഗനൈസ് ആക്കാനാവും എന്നുള്ളതും ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സാക്കിയെങ്കിൽ ഒന്ന് ചെക്കാക്കി നോക്കണവാ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ കിച്ചൻ്റെ ഓവർവ്യൂ. കൗണ്ടർ ടോപ്പിൽ കഴിയുന്നതും കുറേ സാധനം ഒഴിവാക്കുന്നത് നല്ലത്. അതേപോലെ കിച്ചണിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിയാൽ കിച്ചനെ നീറ്റായിട്ട് നമുക്ക് ഓർഗനൈസ് ആക്കിയിട്ട് വെക്കാനാവും. അപ്പോൾ ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിലുള്ള ഒരു ക്യാബിനറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ 2 ഷെൽഫും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റിൽ ഞാൻ റൈസ് കുക്കറും പിന്നെ ഡെയിലി യൂസ് ആക്കുന്ന അങ്ങനത്തെ സ്നാക്സും ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഷേപ്പിലുള്ളത് കൊണ്ട് റൈസ് കുക്കറും പിന്നെ 1-2 സ്നാക്ക് ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡെയിലി യൂസ് ആക്കുന്ന സ്നാക്ക് ബോക്സ് താഴെ വെച്ചിട്ട് മുകളിൽ റൈസ് കുക്കർ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റാക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഐക്യാന്ന് വാങ്ങിയിട്ടുള്ള റാക്ക്. എൻ്റെ ഷോപ്പിംഗ് ഹോൾ വീഡിയോസിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എക്സ്ട്രാ ഗ്രോസറീസ് എല്ലാം ഇതുപോലെ ഓർഗനൈസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ മുകളിലത്തെ ഈ ഒരു ബോക്സിൽ ഈ ക്ലിപ്സ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കണ്ടെയ്നറിൽ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓപ്പൺ ആക്കാത്ത എക്സ്ട്രാ ഗ്രോസറീസ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതും അങ്ങനെ ഐക്യാന്ന് വാങ്ങിയിട്ടുള്ള ഷെൽഫ്. ഇത് ആക്ച്വലി ഓഫീസിൽ യൂസ് ആക്കുന്ന റാക്ക്. ഞാനിതിൽ ഓണിയൻ പൊട്ടാറ്റോസ് അങ്ങനത്തെ എല്ലാം ഇതിൽ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ നേരെ മുകളിൽ ഒരു ക്യാബിനറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അങ്ങനത്തതെല്ലാം വെച്ചിട്ടുള്ളത്. നോക്കാം, ഇതുപോലെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോറാക്കി വെക്കാനുണ്ടെങ്കിൽ ഈ കണ്ടെയ്നേഴ്സ് ഞാൻ യൂസ് ആക്കൽ. പിന്നെ മുകളിൽ ഗ്ലാസ്സും പിന്നെ ജഗ്ഗെല്ലാം വെച്ചിട്ടുള്ള ഓപ്പൺ ആക്കാത്ത ഗ്ലാസ്സും അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വിൻഡോ വരുന്നുണ്ട്. വിൻഡോയിലും അങ്ങനെ ഞാൻ ഐക്യാന്ന് കൊണ്ടുവന്ന 3 ഈ ഹോൾഡേഴ്സിനെ യൂസ് ആക്കിയിട്ട് അതിൽ ഡെയിലി യൂസ് ആക്കുന്ന നൈഫ്സ് പിന്നെ സ്പൂണെല്ലാം ഇതിൽ വെച്ചിട്ടുള്ള. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സിങ്ക് ഉള്ളത്. അതിൻ്റെ നേരെ മുകളിൽ ഈ ഹാങ്ങിങ് റോഡിൽ ഡെയിലി യൂസ് ആക്കുന്ന അങ്ങനത്തെ യുട്ടൻസിൽസ് എല്ലാം ഹാങ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റിൽ കെൻറ്റിൻ്റെ വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴത്തെ ക്യാബിനറ്റിൽ എന്തെല്ലാം വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കടായി പിന്നെ കുറച്ച് വലിയ ബൗൾസ് ഡെയിലി യൂസ് ആക്കുന്ന അങ്ങനത്തെ ബൗൾസ് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ടത്. കൊലാൻഡറും കൂടി പിന്നെ സൈഡിൽ ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ വെറും ഡസ്റ്റ്ബിന്നും പിന്നെ ഡിഷ് ഡ്രൈയിങ് റാക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റത്തെ ക്യാബിനറ്റിൽ അരി പിന്നെ ഗോധിപ്പൊടി മൈദപ്പൊടിയെല്ലാം അങ്ങനെയുള്ളതിനെ വെച്ചിട്ടുള്ളത്. ബാക്ക് സൈഡിൽ എക്സ്ട്രാ ഫ്ലോർസും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റത്തെ ക്യാബിനറ്റിൽ സിലിണ്ടറും പിന്നെ തേങ്ങ ചിരവാനുള്ള ചിരപ്പെല്ലാം അവിടെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ്
കൗണ്ടർ ടോപ്പിൽ സ്റ്റൗ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു വുഡൻ സ്പൂണിൻ്റെ ഹോൾഡറും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ട് സൈഡിലും നല്ലോണം സ്പേസ് വിട്ടിട്ട് വെച്ചിട്ടുള്ള, അപ്പോൾ കുക്കിംഗ് ആക്കുന്ന ടൈമിൽ നമുക്ക് നീറ്റായിട്ട് കുക്കാക്കാനെല്ലാം ആവും. അപ്പോൾ സ്റ്റൗവിൻ്റെ താഴെയുള്ള ഈ റാക്കിൽ എന്തുണ്ടെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഡെയിലി യൂസ് ആക്കുന്ന അങ്ങനത്തെ ബൗൾസും പിന്നെ ഗ്ലാസ്സസും കപ്സും വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഈ റാക്കിൽ നൈഫ്സ്, സ്പൂൺ, അങ്ങനത്തെ കട്ട്ലറി ഐറ്റംസ് വെച്ചിട്ടുള്ളത്. പിന്നെ താഴത്തെ ഇതിൽ ഡെയിലി യൂസ് ആക്കുന്ന അങ്ങനത്തെ പ്ലേറ്റ്സും പിന്നെ കുറച്ച് പാനും കൂടി വെച്ചിട്ടുണ്ട്. സൈഡിൽ യൂസ് ആക്കാത്ത സ്പൂണ് അങ്ങനത്തതെല്ലാം വെച്ചിട്ടുള്ളത്. നെക്സ്റ്റത്തെ ഡ്രോയറിൽ ഞാൻ ഇവിടെ ഡെയിലി യൂസ് ആക്കുന്ന സ്റ്റീൽ പാൻസ് എല്ലാം വെച്ചിട്ടുള്ളത്. സ്റ്റീൽ യൂട്ടൻസിൽസ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ താഴത്തിൽ ഇതിൽ യൂസ് ആക്കാത്ത പുതിയ ഡിന്നർ സെറ്റ്, കംപ്ലീറ്റ് ഡിന്നർ സെറ്റ് ഒന്ന് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഐസ്ക്രീം ബോക്സിൽ ഞാൻ മെഷറിംഗ് കപ്സ് അങ്ങനത്തതെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ട്രേയും കൂടിയുണ്ട്, ചോപ്പിംഗ് ബോർഡ്, അങ്ങനെ യൂസ് ആക്കാത്ത ഐറ്റംസ് ഇതിൽ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റത്തെ ക്യാബിനറ്റിൽ മുകളിൽ പ്രഷർ കുക്കറെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഞാൻ സ്പേസ് വിട്ടിട്ടുള്ളത് അവിടെ ഇഡ്ഡലി മേക്കറും പിന്നെ പുട്ടു മേക്കർ നീറ്റായിട്ട് വെക്കാനായിട്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റത്തേൽ ഫുഡ് പ്രോസസ്സർ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് റെയർ ആയിട്ട് യൂസ് ആക്കുന്നത് കൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ള. പിന്നെ അതേപോലെ റൈസ് മേക്കറും അതും ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുള്ള. ആ സൈഡിലുള്ളതെല്ലാം എന്തെങ്കിലും ഫങ്ഷൻക്ക് യൂസ് ആക്കുന്ന അങ്ങനത്തെ വലിയ വലിയ പാത്രം ആടെ സൈഡിൽ വെച്ചിട്ടുള്ള. പിന്നെ ഇവിടെ ഇലക്ട്രിക് കെറ്റിലും പിന്നെ 2 ഓവന്, ഒന്ന് OTGയും പിന്നെ ഒന്ന് മൈക്രോവേവും അതും ഈ സൈഡിൽ തന്നെ വെച്ചിട്ടുള്ള. ഇവിടെ എൻ്റെ മിക്സി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ ഈ ക്യാബിനറ്റിൽ വെറും നോൺ സ്റ്റിക്ക് പാത്രം മാത്രം ഇവിടെ വെച്ചിട്ടുള്ളത്. താഴെ അങ്ങനെ നോൺ സ്റ്റിക്ക് തന്നെ വെച്ചിട്ടുള്ളത്. പാനും ഫ്രൈയിങ് പാനെല്ലാം ഒരേ പ്ലേസിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നെക്സ്റ്റത്തെ ക്യാബിനറ്റിൽ സ്നാക്സും പിന്നെ താഴെ ഓപ്പൺ ആക്കിയിട്ടുള്ള ഗ്രോസറീസ് താഴെ വെച്ചിട്ടുള്ളത്. മുകളിൽ സ്നാക്സ് ഓപ്പണും ഓപ്പൺ ആക്കാത്തതും വെച്ചിട്ടുണ്ട് ഇവിടെ. താഴെ പിന്നെ ഓപ്പൺ ആക്കിയ ഗ്രോസറീസ് എന്ന് പറഞ്ഞാൽ അരിയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു സീസറും പിന്നെ ഗ്ലൗസും വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റത്തെ മുകളിലത്തെ ക്യാബിനറ്റിൽ താഴെ ഒരു ഗ്ലാസ് ബൗൾസും പിന്നെ ചെറിയ കപ്സ് അങ്ങനത്തെ വെച്ചിട്ടുണ്ട്. മുകളിൽ ഹോട്ട് പോട്ട്സും കാസറോൾ അങ്ങനെ പിന്നെ ബൗളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് ഏത് ബൗൾ എവിടെ വെച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ ബാക്കിലുള്ളത് ഞങ്ങൾക്ക് എടുക്കാനാവും. പിന്നെ അധികം ബൗൾസും പാൻസെല്ലാം ഞാൻ ദുബൈയിൽ യൂസ് ആക്കിയിട്ടുണ്ടായ അതന്നെ ഇവിടെ യൂസ് ആക്കുന്നുള്ളത്. പിന്നെ ഇതും അങ്ങനെ ഡബിൾ ഡോർ ആയിട്ടുള്ള ക്യാബിനറ്റ്. അപ്പോൾ ഇതിലും ഞാൻ അങ്ങനെ ബൗൾസും പ്ലേറ്റ്സ് എല്ലാം വെച്ചിട്ടുള്ളത്. ട്രേസും വൈറ്റ് കളറുള്ളതെല്ലാം ഈ ഷെൽഫിൽ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ മുകളിൽ ബേക്കിംഗ് പാൻസ്, മോൾഡ്സ് അങ്ങനത്തെ എല്ലാം മുകളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ മിക്സിൻ്റെ 2 ജാറും
ഹാൻഡ് മിക്സറും. പിന്നെ ഇത് അയക്കാന്ന് വാങ്ങിയിട്ടുള്ള പ്ലേറ്റ്. ഇതിന് ഒരു പ്ലേറ്റിക്ക് 3 dirhams അങ്ങനെ എന്തോ വരുന്നുള്ളത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് തേല് അതുപോലെ കുറേയൊന്നും വെച്ചിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടുള്ള നട്ട്സെല്ലാം ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഫോയിൽ പേപ്പറും ബട്ടർ പേപ്പറും ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അവിടെ സൈഡിൽ ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് യൂസ് ആകുന്ന ഒരു ക്യാബിനറ്റ്. ഇതിൽ എല്ലാ രീതിയിലുള്ള മസാല പൗഡറും പിന്നെ ലെൻറ്റിൽസ് അങ്ങനത്തെ എല്ലാം ഇതിൽ തന്നെ സ്റ്റോർ ആക്കിയിട്ട് വെച്ചിന്. എല്ലാം ഒരേപോലത്തെ കണ്ടെയ്നേഴ്സ് യൂസ് ആക്കിയിട്ടുള്ളത്. ഞാൻ ഈ കണ്ടെയ്നേഴ്സ് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും ലേബലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ദാൽ ഏത് വേണമെന്നുള്ളത് അറിയണമെങ്കിൽ ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് നീറ്റായിട്ട് നമുക്ക് ഏത് ദാൽ വെച്ചിനെന്ന് അറിയാം. അപ്പോൾ അതിനെ എടുത്താലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നെക്സ്റ്റത്തെ ക്യാബിനറ്റിൽ മുകളിൽ ഒരു ഓയിൽ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഞാൻ ടിഷ്യൂ വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ അങ്ങനെ കച്ചറയൊന്നും ആവില്ല. പിന്നെ ഈ മുകളിലത്തെ ഈ സ്റ്റീൽ കണ്ടെയ്നറിൽ ഹോം മെയ്ഡ് ഗീ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ബോക്സിൽ 4 കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഞാൻ ഇതിൽ സ്റ്റോർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ കോക്കോ പൗഡർ, കോഫി പൗഡർ അങ്ങനത്തത് വെച്ചിട്ടുള്ളത്. അത് എപ്പോഴെങ്കിലും യൂസ് ആക്കുന്നത് കൊണ്ട്. പിന്നെ ഓപ്പൺ ആക്കാത്ത ഐറ്റംസ് എല്ലാം അതേ ബോക്സിൽ തന്നെ അതേപോലെ വെച്ചിട്ടുള്ളത്. മിക്സിയിൽ ഞാൻ അതിൻ്റെ 2-3 ജാറുള്ളത് കൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ മുകളിൽ അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഓർഗനൈസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിൽ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്തിട്ട് പോസ്റ്റ് ആക്കാം. അപ്പോൾ ഇത് എൻ്റെ ചെറിയ കിച്ചൺ ഇതുപോലെ ഞാൻ ഓർഗനൈസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. കിച്ചന് വലുതെങ്കിലും ചെറുതെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വെച്ചാൽ കിച്ചൺ നീറ്റായിട്ട് ഓർഗനൈസ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ആക്കണോ, പിന്നെ ഷെയർ ആക്കണോ. പിന്നെ ഈ വീഡിയോ നോക്കിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.